ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് മോർണിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് ഓട്ടട അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടടയൊക്കെ നല്ല പോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചരി അരച്ച ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂലേ. അപ്പോൾ ഞാനിവിടെ അരി അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആണല്ലേ. നല്ലൊരു കട്ടൻ ചായ ഉണ്ടായാൽ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ ഇത്. അപ്പോൾ ഞാനിത് അതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓട്ടട എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ ദിലുവിന് തീക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കാന്താരിമുളകും കറിവേപ്പിലയും 2 ചെറിയുള്ളി എടുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പിന്നെ അതൊന്ന് കടുക് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്കൊരു ചട്നി രൂപത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ലൂസാക്കിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ലൂസാക്കി ഉണ്ടാക്കിയവിടെ അത് ബാക്കിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മളിത് ചോർക്കൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ അധികം ലൂസാക്കാതെ അങ്ങനെ ഒരു ചമ്മന്തി രൂപത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഒരു സിമ്പിൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് ഓട്ടട ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഓട്ടട വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാനായിട്ട് പറ്റില്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ ഓട്ടട ചുടലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് മദ്രസക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ ഇത്. ഇതേപോലെ തന്നെ പുട്ട് ഓട്ടടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ പണി പെട്ടെന്ന് തീരൂലേ. ഇത് റെഡി ആയപ്പോൾ തന്നെ പിന്നെ ഞാനിത് വേഗം ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിത് വേഗത മുറ്റൊക്കെ അടിച്ച് വാരിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജോലി നമ്മൾ രാവിലെ തന്നെ എടുക്കണമല്ലേ, എന്നാലും നമുക്ക് മനസ്സിക്ക് നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചായ കുടി കഴിഞ്ഞപ്പോൾ തന്നെ വേഗം മുറ്റൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട്. അപ്പോൾ മുറ്റൊക്കെ അടിച്ചു വാരി വന്നപ്പോഴത്തേന് വിഷു എണീറ്റിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓനക്ക് ഞാൻ ഓട്ടടയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനക്ക് ഓട്ടടയൊക്കെ രാവിലെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓനക്ക് ചപ്പാത്തിയൊക്കെയാണ് രാവിലെ പറ്റാത്തത് കേട്ടോ. അപ്പം ഓട്ടട അതൊക്കെ ഓന് രാവിലെ കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗത പാത്രം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലേ നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വൃത്തിയുള്ള കിച്ചണിൽ ജോലി ചെയ്യാനായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയാലാണ് നമുക്ക് നല്ല ഇൻട്രസ്റ്റിൽ ഇവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അടുപ്പും ഇതിനൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വേഗത മോർണിംഗ് സ്കൂൾക്കുള്ള കൂട്ടാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അവനക്ക് കിഴങ്ങ് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതൊന്ന് പൊരിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ വേഗം അകൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അകൊക്കെ അടിച്ച് വാരി വന്നപ്പോഴത്തേന് ഇതാ ചോറൊക്കെ വേവായിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയ സമയത്ത് തന്നെ ഇന്ന് ഉച്ചക്ക് മുരിങ്ങാത്താളിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കണ്ട. അപ്പോൾ പിന്നെ നമ്മൾ പറ്റുന്ന ജോലികളൊക്കെ ചെയ്താൽ പിന്നെ നമ്മളെ പണി നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റുന്ന സമയത്ത് തന്നെ ഇത് താളിച്ചെടുക്കാനുള്ള ചെറുള്ളി, വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗത ഈ മുരിങ്ങ ഒന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചക്ക് ചോറിനുള്ള കൂട്ടാൻ മുരിങ്ങാത്താളിപ്പും ചെമ്പല്ലി മീനുമാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങാത്താളിപ്പും ചെമ്പല്ലി മീനും നല്ലൊരു കോമ്പിനേഷനാണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ മീൻ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ മുരിങ്ങാത്താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഒരു സമയത്ത് മുരിങ്ങ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നല്ല അടിപൊളിയൊരു ചമ്മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുരിങ്ങൊക്കെ ഊരിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിതാ ഈ ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ഇട്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ മുരിങ്ങാത്താളിപ്പിന്. അപ്പോൾ അങ്ങനെ ഇതാ കഞ്ഞിവെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുരിങ്ങാത്താളിപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മിഷുവിനൊക്കെ ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മീൻ നന്നാക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ചെമ്പല്ലി മീനാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുത്തിട്ട് പിന്നെ ഇതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീനാണല്ലേ ചെമ്പല്ലി മീൻ. പക്ഷെ ഇത് നന്നാക്കി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്താലൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനീഗർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതാ നമ്മുടെ മീനിതാ അതിലേക്ക് ഇട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മീനൊക്കെ മസാല തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ മീൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ RCMൻ്റെ തവിടെണ്ണയിലാണ് കേട്ടോ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കൽ. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഗ്യാസിന് വെച്ചിട്ട് ഞാനൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചപ്പുളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പച്ചപ്പുളിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചപ്പുളിൻ്റെ കുരു കളയാനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കുരു ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ പച്ചപ്പുളി, ചീരുള്ളി, പിന്നെ കാന്താരി മുളക്, ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കല്ലിലാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കണ്ണുക്കൊക്കെ തെറിക്കണത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് മെല്ലെ അങ്ങനെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടത്. അപ്പോൾ ഞാനിങ്ങനെ പച്ചപ്പുളിയൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ നല്ല നാടൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എരിവ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ. അപ്പോൾ അങ്ങനെ മീൻ വേകുന്ന സമയത്തിന് ഞാനിതാ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മീനൊക്കെ ഇവിടെ വേവായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചപ്പുളി ഇതേപോലെ തന്നെ കാന്താരി മുളകൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കൊണ്ടു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി കണ്ടപ്പോൾ പിന്നെ ചോറൊക്കെ കഴിക്കാനായിട്ടൊരു പൂതിയായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരം കാലമൊന്നും നോക്കിയില്ല കേട്ടോ. വേഗം അങ്ങോട്ട് ചോറങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.